ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ പതിവില്ലാതെ എണീറ്റു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ റെഡിയായി പുറത്തൊക്കെ പോകണം. ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫുള്ള് റെഡിയായി. ഇനി നമ്മൾ നാട്ടിലെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ പുറത്ത് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ആവശ്യമുള്ള ഹാൻഡ് ബാഗ് ഒക്കെ എടുത്തിട്ട് റൂമിൽ ലോക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. ഇപ്പം തന്നെ 11 മണിയായിട്ടുണ്ട് രാവിലെ. ഇനി വീട്ടിൽ പോകണം, എന്നിട്ട് വേണം അവിടെ നിന്ന് എവിടെയെങ്കിലും പോവാൻ. അപ്പോൾ ഇന്നലെ നമ്മൾ എത്തിയപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്സൈഡ് പോർഷനൊന്നും ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഹോട്ടലിൻ്റെ ഔട്ട്സൈഡ് പറഞ്ഞത്. താഴോട്ട് പാർക്കിംഗ് ആണ് അവിടെ. ഈ ഒരു റോഡിൽ തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു ഹോട്ടലോ എന്തോ ഒരു ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ 2 ഹോട്ടൽ നമ്മൾ കണ്ട്. നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തിയാച്ച് വീടിൻ്റെ ലുക്കൊക്കെ മാറിയാച്ച് അയ്യോ എപ്പടി പണി വെച്ചിരിക്കുക. അപ്പം നമ്മൾ വീട്ടിലെത്തി. ഇനി മമ്മിയുടെയും മോളുടെയും കൂടെ കുറേ നേരത്തെ സംസാരമായിരിക്കും. ഇതൊരു 1-2 മണിക്കൂർ പോകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പോയി വെറുതെ ഇരിക്കുക. അപ്പം ഞാൻ ലാസ്റ്റ് ഇവിടുത്തെ വീട് കാണിച്ചത് എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ അന്ന് എന്തോ ആണ്. അന്ന് റിനോവേറ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ടൈൽസ് മാറ്റി. അന്ന് ലൈക്ക് തറയായിരുന്നു, ഇപ്പം അത് ടൈൽസ് ഇട്ടു. പിന്നെ ഈ ഒരു വാളിൻ്റെ പോർഷൻ മാറ്റി. അതായത് സിറ്റ് ഔട്ടിൽ കുറച്ച് ചേഞ്ച് ഉണ്ട്, പിന്നെ ചെടിയുടെ അറേഞ്ച്മെൻറ്റിലൊക്കെ ചേഞ്ച് ഉണ്ട്. അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് ടെറസിലോട്ട് പോകുന്ന സ്റ്റെപ്പാണ്. ടെറസിലും ചെടിയൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ വെയിൽ കുറേ ആയതുകൊണ്ട് അത് ജസ്റ്റ് കരിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവിടെയും മൊത്തം ഇങ്ങനെ ചെടിയൊക്കെ തന്നെ. ഈ ഒരു ടൈൽസ് ഇടുന്നതിൻ്റെ മുമ്പ് കുറേ കൂടെ ചെടി ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു ഓർഗനൈസ്ഡ് ആവാതെ ആയിരുന്നു. ഇതിപ്പോൾ കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് ഒരു ഭംഗിയിലൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ഹാങ്ങിങ് ആയിട്ടും അങ്ങനത്തെയൊക്കെ രീതിയിലാണ്. പിന്നെ ലോൺ പോലെ ആ ഒരു സൈഡ് പോർഷനിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഓരോ ഗ്യാപ്പിലായിട്ട് ഇതാണൊക്കെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അതിലിങ്ങനെ ഹാങ് ചെയ്തും ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ തുടക്കം ഗേറ്റിനോട് ചേർന്ന പോർഷനിലാണ് കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സ് വെച്ചേക്കണം, ബൊഗൈൻ വില്ല പോലത്തേക്ക്. അവിടെ പിന്നെ ഒരു ബുഷ് പോലെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ മാസവും ഗാർഡനർ വന്ന് വളമൊക്കെ ഇട്ട് കറക്റ്റായി വെട്ടിയൊക്കെ നിർത്തുന്നതുകൊണ്ടാണ് ഇത് ഇത്ര പക്കയായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലേ ഇങ്ങനെയൊക്കെ ഇരിക്കത്തുള്ളൂ. ഒന്നെല്ലാം നട്ടു വെച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കാതിരുന്ന എല്ലാം അതേ ഗതിയാവും, എൻ്റെ വീട്ടിലെ പോലെ. ഈ ഒരു അറേഞ്ച്മെൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓർക്കിഡ് വെച്ചേക്കണം, ഒരു സ്റ്റാൻഡ് പോലത്തെ ഇത് കൊടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ ഓരോ ഇതായിട്ട് ഇറക്കി വെച്ചേക്കണ പോലെയാണ് കൊടുത്തേക്കണം. പിന്നെ ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതാണ് കേട്ടോ. അതിൻ്റെയൊക്കെ താഴെ പോർഷനിൽ മാത്രം ജസ്റ്റ് കോൺക്രീറ്റ് പോലെ ചെയ്ത് അങ്ങനെ ആക്കിയെടുത്തതാണ്. പിന്നെ ഇത് വന്നിട്ട് പ്ലെയിൻ തൂണായിരുന്നു, അതിലിപ്പോൾ ടെക്സ്ചർ ചെയ്തു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ടൈം ആയതുകൊണ്ട് തന്നെ എടപ്പള്ളിയിലുള്ള ഫ്രഷ് ട്രീസ് എന്ന് പറയുന്ന ഒരു കഫേയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഒരു ലെമൺ ഐസ് ടീയും പിന്നെ ഒരു പീച്ച് ഐസ് ടീയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മളിപ്പോൾ ഓർഡർ ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ടറായിട്ട് ഒരു ചിക്കൻ ലോലിപോപ്പാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ എല്ലാം വന്നിട്ട് ഒരുമിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. നമ്മൾ മെയിൻ കോഴ്സായിട്ട് ചിക്കൻ സ്റ്റീക്കാണ് പറഞ്ഞത്. സൈഡായിട്ട് റൈസും സോസും വരുന്നുണ്ട്. പിന്നെ നമ്മളൊരു ബാർബിക്യൂ പിസയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഡെസേർട്ടും കൂടെ ഒരെണ്ണം ഇവരുടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് തന്നെ ഭയങ്കര ഹെവി ആവും. അപ്പോൾ അത് കാരണം ഡെസേർട്ട് പിന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ അപ്പോൾ നമ്മൾ ചിക്കൻ ലോലിപോപ്പ് കഴിച്ചു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് മെയിൻ കോഴ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫുള്ളിങ്ങനെ ചെടി ആയതുകൊണ്ട് ഇവർ ചെടിക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു സ്പ്രേയിങ് വരുമ്പോൾ നമുക്കൊരു മിസ്റ്റ് പോലെയാണ് തോന്നുന്നത്. ഇപ്പം അത് അവിടെ വെള്ളം ഇതായിക്കൊണ്ടിരിക്കുക.
അപ്പോൾ ആ തുടക്കം പോർഷനിലാണ് കൂടുതലും ചെടികളുള്ളത്, സെല് ചെയ്യാൻ വെച്ചതും ഒക്കെ കൂടെ ആയിട്ട്. അപ്പോൾ അവിടെ നന്നായിട്ടുണ്ട് ആ ഒരു ലിസ്റ്റ് പോലെ. ഇങ്ങനെയാണ് ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്നത്. അവിടുത്തെ സീറ്റിംഗ് കുറച്ചും കൂടെ ഈ ഒരു പോർഷനേക്കാളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതെല്ലാം അവിടെ ഫോർ സെയിൽ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സെല് ചെയ്യാൻ വെച്ചേക്കുന്നതാ. ഇവർ കേക്ക് ഓർഡറൊക്കെ എടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതേ കണക്ക് ഒരു ഫിഷ് ടാങ്ക് പോലെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പോർഷനിൽ ഇതേ കണക്ക് ചെറിയൊരു ഫൗണ്ടൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ലീഫ് ടൈപ്പ് പ്ലാന്റ്സ് ആണ് കൂടുതലും വരുന്നത്. ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും ഞാൻ അവിടെ അത്രയും കണ്ടില്ല. അപ്പോൾ കുറേ ഫേൺ ടൈപ്പ് പ്ലാന്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഷോപ്പൽ ഫ്രഷ് ട്രീസ് ഗാർഡൻ കഫേ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം വരുന്നത്. ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര ഗ്രീനറി ഒക്കെ ഉള്ള ഒരു ഇതാണ്. കൊച്ചി എടപ്പള്ളിയിലാണ് വരുന്നത്. ഇത് സെല് ചെയ്യാനുള്ളതാണെന്ന് അറിയില്ല. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ് വരുന്നത്. പിന്നെ അവരുടെ ഓരോ ദിവസത്തെ സ്പെഷ്യൽ എഴുതിയിരിക്കുന്ന ഒരു ബോർഡും ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാന്റ് പോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അതും വിൽക്കാനായിട്ട് തന്നെ വെച്ചേക്കുന്നതാണ്. അതാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സൈഡിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് മറ്റൊരുത്തേക്കാളും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. ഫാമിലി ആയിട്ടൊക്കെ നൈറ്റ് വന്ന് ഇരിക്കാനാണെങ്കിൽ ഇവിടെ ആയിരിക്കും ബെറ്റർ. അപ്പോൾ ഇവരുടെ കുറേ ഡെസേർട്ട് ഐറ്റം നേരത്തെ അവിടെ വെച്ചിട്ടുണ്ടോ ഞാൻ കാണിച്ചു തന്നല്ലോ. അതുപോലെ തന്നെ ഇവർ ഇതാണ് കേക്ക് ഓർഡർ എടുത്ത് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് കോഫി കഫീൻ ഐറ്റംസിൻ്റെ ഒക്കെ ഒരു ഇതാണ്. അപ്പം ചൂട് സമയത്താണെങ്കിൽ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. കാരണം ചൂടൊന്നും അടിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് മറ്റേ മിസ്റ്റിൻ്റെ ദേഹത്തൊക്കെ വന്ന് വീഴുന്നതിന് നല്ലൊരു കുളിർമ കിട്ടും. അപ്പം നമ്മളിപ്പോൾ കാക്കനാടുള്ള കടമ്പ്രയാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോകണം. ഇൻസ്റ്റാ റീല് കണ്ടപ്പോഴാണ് എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് കിട്ടിയത്. ഗൂഗിൾ എടുത്ത് നോക്കിയപ്പോൾ 27 മിനിറ്റേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. നമുക്കങ്ങനെ വന്നപ്പോൾ തന്നെ വഴി തെറ്റി 27 മിനിറ്റ് ആദ്യം കാണിച്ചത്. നമ്മളിപ്പോൾ 1 മണിക്കൂർ എടുത്ത് ലാസ്റ്റ് സ്ഥലത്തെത്തിയത് മാത്രമല്ല, ഇനിയിപ്പോൾ കുറേ നടന്നാലാണ് നമ്മളുടെ കറക്റ്റ് ലൊക്കേഷനിൽ എത്തത്തുള്ളൂ. മഴയാണ്, വൈബല്ലേ ഗൈസ്, മഴ, വഴിതെറ്റൽ, പ്രത്യേകിച്ച് നല്ല സ്പോട്ട്, മൊത്തം പുല്ലായിട്ടൊക്കെ ഉള്ള സ്പോട്ട്. സ്ഥലം കൊള്ളാം. പക്ഷെ വെള്ളയാനി ഇങ്ങനെയൊന്നുമല്ല. വെള്ളയാനി റോഡിൽ നിന്ന് നമുക്ക് കാണാം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെയൊന്നുമില്ല. ബ്രിഡ്ജിന്റെ അടിയിൽ എന്താ ഈ കൊട? മിന്നലിനെ പ്രൊട്ടക്ട് ചെയ്യും. കമ്പിയല്ലേ, മിന്നലും കൂടെ അടിച്ചു പോകും, കത്തിപ്പോവും. ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഒരു ബോട്ട് ക്ലബ്ബ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ വന്നപ്പോൾ ഒരു വഞ്ചി മാത്രമേ കണ്ടുള്ളൂ. അപ്പം നമുക്ക് വഴി തെറ്റാണ്ടായിരുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ കടമ്പ്രയാറിന് മാത്രമാണ് ഗൂഗിൾ മാപ്പിൽ കൊടുത്തത്. കടമ്പ്രയാർ ബ്രിഡ്ജ് എന്ന് കൊടുത്താൽ തന്നെ കറക്റ്റ് ലൊക്കേഷനിൽ വന്ന് എത്തിയത്. എന്നിട്ട് നമ്മൾ എത്തിയത് ഏതോ ഒരു ഡെഡ് എൻഡിലാണ് വന്ന് എത്തിയത്. എന്നിട്ട് അവിടെ നമ്മൾ പിന്നെ തിരിച്ച് വന്ന വഴി തന്നെ വരികയാണ് ചെയ്തത്. എന്നിട്ട് ആദ്യം പോയ വഴി അങ്ങനെയായി. പിന്നെ നമ്മൾ ഇത് ഉള്ള കറക്റ്റ് റോഡിൽ കൂടെ തന്നെയാണ് വന്നത്. പക്ഷേ ഇത് നമുക്ക് റോഡ് സൈഡിലാണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധ പിടിക്കൂല. അപ്പം നമ്മൾ നേരെ പോയി, കുറേ ഫ്രണ്ടിലോട്ട് പോയി. എന്നിട്ട് അവിടെ ആരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടെയാണെന്ന്. പിന്നെയും നമ്മൾ യൂ ടേൺ എടുത്ത് തിരിഞ്ഞു വന്നു. ഈ ഒരു പോർഷൻ ഫുള്ള് പാടമാണ്. ഇങ്ങോട്ടാണ് നമ്മുടെ പാടം. ഇത് കായലല്ലേ?
പുല്ലാണോ? പാടമില്ല. പാടമൊന്നുമില്ല. പാടം ചിലപ്പം നമ്മുടെ മഴക്കാലം ആകുമ്പോ ഇതിന്റെ ഇടയിൽ വെള്ളം വരുമായിരിക്കും ചിലപ്പം. ഇത് ഇനി പാലം, പാലത്തിന്റെ താഴെ കായൽ. കായലല്ലേ? കായലല്ലേ ഇത്? കായൽ. എനിക്കറിയില്ല. കായലായിരിക്കും, കായലാവേണ്ടതാണ്. അങ്ങോട്ടും പാടം. ഇത് ബ്രിഡ്ജ്. നമുക്ക് ബ്രിഡ്ജിലോട്ട് കയറാനായിട്ട് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഓ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആ അറ്റം വരെയും പോകാം കേട്ടോ. അതാണ് അവിടെ കുറെ ആൾക്കാർ. ഇവിടെ എന്തിനാ നീർനായോ നായോ കുറുക്കനെ ആരോ വരുമെന്ന് പറഞ്ഞു. അത് കാരണം നമ്മൾ പോവുക. അപ്പം അമ്മയുടെ ബാഗ്, പേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും നാട്ടിൽ വരുമ്പോഴാണ് മേടിക്കുന്നത്. ഇവിടെ കടവന്ത്രയിൽ ബസ് സ്റ്റോപ്പിനടുത്തായിട്ട് ഒരു ഷോപ്പുണ്ട്. ഇവിടുന്ന് തന്നെ മേടിക്കാറ് എപ്പോഴും. എൻ്റെ ബാഗും സാധാരണ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് നാട്ടിൽ വരുമ്പോൾ മേടിച്ചിട്ട് പോകാറാണ് പതിവ്. പിന്നെ അവിടുന്ന് മേടിച്ച കാരണം അതെടുക്കണില്ല. അപ്പം അമ്മ ബാഗ് നോക്കുവാണ്. അപ്പൊ ബാഗ് ഈ ഒരു ബാഗാണ് സെലക്ട് ചെയ്തേക്കണം. ഇനി പേഴ്സും സ്ലിംഗ് ബാഗും കൂടെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പേഴ്സ് നോക്കണം. പേഴ്സ് ഈ ബ്രൗൺ പേഴ്സ് തന്നെ മിക്കവാറും എടുക്കും. കാരണം വേറെ നല്ല ഒന്നും അങ്ങനെ കണ്ടില്ല. അമ്മയ്ക്ക് ഇവിടെ ബാഗ് എടുത്തിട്ടും മതിയാകുന്നില്ല. ഒരു ബാഗ് എടുത്തു, അത് തൃപ്തിയായില്ല, വേറെ നോക്കുന്നു. ഇപ്പം അതാ സ്ലിംഗ് ബാഗ് നോക്കുന്നു, അതിന് തൃപ്തിയില്ല. പേഴ്സ് എടുത്തു, അതിന് തൃപ്തിയില്ല. തൃപ്തിയില്ലാത്ത ജീവിതം നയിക്കുന്ന കണ്ട അമ്മാനെ എടുത്തോണ്ട് വന്നതാണ്. എന്നിട്ട് വന്നിട്ട് പറയണ ഭംഗിയില്ല എന്ന്. നേരത്തെ അമ്മ പറഞ്ഞാൽ കാണിച്ചല്ലോ. അതെവിടെ? അവിടെ അത് കാണിച്ചത് കൊള്ളായിരുന്നല്ലോ, ആ ക്രീം. അപ്പോൾ സ്ലിംഗ് ബാഗ് മാത്രം എടുത്തില്ല, ബാഗും എടുത്ത് പേഴ്സും എടുത്ത്. എനിക്ക് അമ്മയ്ക്ക് 2 കുടയും കൂടെ എടുത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.